എല്ലാവർക്കും ടെക് ലെവലിലെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മീഡിയടെക് ഡയമൻസിറ്റി 7350 കുറിച്ചാണ്. സോ ഈ പ്രോസറിൻ്റെ സ്പെക്കും കാര്യങ്ങളൊക്കെ നോക്കുക എങ്ങനെ ഉണ്ടെന്നൊക്കെ. ഇത് ശരിക്കും ഒരു പുതിയൊരു പ്രോസർ അല്ല, അത് നമ്മുടെ ഓൾറെഡി ഉള്ളൊരു പ്രോസറാണ്. മീഡിയടെക് ഡയമൻസിറ്റി 7200 എന്നൊരു പ്രോസർ ഉണ്ടല്ലോ, അതിൻ്റെ ഒരു ഓവർ ക്ലോക്ക്ഡ് വേർഷൻ, ചെറിയ മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ടുള്ളൊരു പ്രോസർ തന്നെയാണ്. സോ അതിൻ്റെ സ്പെക്കും കാര്യങ്ങളൊക്കെ നോക്കുക എങ്ങനെയുണ്ടെന്ന്. ഫസ്റ്റ് ഓഫ് ഓൾ ഫാബ്രിക്കേഷൻ പ്രോസസ് നമ്മൾ നോക്കുകയാണെങ്കിൽ 2nd ജനറേഷൻ 4 നാനോമീറ്റർ TSMC മാനുഫാക്ചറിംഗ് പ്രോസറാണ് വരുന്നത്. ഈ 4 നാനോമീറ്റർ 6 നാനോമീറ്റർ 8 നാനോമീറ്റർ എന്നൊക്കെ പറയത്തില്ലേ, അത് എത്രയും കുറയുന്നോ അത്രയും ബെറ്റർ എഫിഷ്യൻ്റ് ആയിരിക്കും നമ്മുടെ പ്രോസർ. പിന്നെ നമ്മൾ കോഴ്സിൻ്റെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇത് ARM v9 ആർക്കിടെക്ചറിലാണ് വരുന്നത്. നമുക്ക് പെർഫോമൻസ് ആയിട്ട് 2 കോർട്ടെക്സ് A715 ആണ് വരുന്നത്, 3 GHz റൺ ചെയ്യുന്നത്. പിന്നെ 6 കോർട്ടെക്സ് A510 2 GHz റൺ ചെയ്യുന്നത്. പിന്നെ 4 MB ലെവൽ 3 ക്യാഷെയും വരുന്നുണ്ട്. സോ നമുക്കിവിടെ ഡയമൻസിറ്റി 7200 കമ്പയർ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇവിടെ 200 മെഗാഹെർട്സിൻ്റെ ബൂസ്റ്റ് വരുന്നുണ്ട് നമ്മൾ ഹൈ പെർഫോമൻസ് കോഴ്സിന്. അവിടെ 2.8 GHz ആണെങ്കിൽ നമുക്കിവിടെ 7350 3 GHz ആയിട്ടുണ്ട്. സോ ബെറ്റർ സിംഗിൾ കോ പെർഫോമൻസ് മൾട്ടി കോ പെർഫോമൻസ് ഒക്കെ ഓവറോൾ വെച്ച് നോക്കുമ്പോൾ ബെറ്റർ ആയിരിക്കും. പിന്നെ ലെവൽ 3 ക്യാഷ് 4 MB ആണ്. ലെവൽ 3 ക്യാഷ് നമ്മൾ പറയുവാണെങ്കിൽ അത് CPU ഉള്ളിൽ തന്നെയുള്ളൊരു മെമ്മറിയാണ്, വളരെ ഫാസ്റ്റ് കൂടി മെമ്മറിയാണ്. എത്രയും ഹയർ ആവുന്നോ അത്രയും ബെറ്റർ പെർഫോമൻസ് നമുക്ക് കിട്ടും. ഇത് നമ്മൾ റാം ആൻഡ് സ്റ്റോറേജ് നമ്മൾ നോക്കുകയാണെങ്കിൽ 2 റാം സപ്പോർട്ട് ഉണ്ട്. LPDDR4X ആണെങ്കിൽ 2133 മെഗാഹെർട്സ് സപ്പോർട്ട് ചെയ്യും. അതേസമയം LPDDR5 ആണെങ്കിൽ 3200 മെഗാഹെർട്സ് സപ്പോർട്ട് ചെയ്യും. മാക്സിമം 16 GB വരെയാണ് സപ്പോർട്ട് ചെയ്യുന്നത്. 16 GB നോക്കണ്ട, നമുക്ക് ഈ 25,000 ഫോണുകളായിരിക്കും മിക്കവാറും ഈ പ്രോസർ വരുന്നത്. ആ പ്രൈസിലൊന്നും ആരും 16 GB കൊടുക്കത്തില്ല. സോ അത്യാവശ്യം നല്ല ഒരു റാം സപ്പോർട്ടും വരുന്നുണ്ട്. 2 LPDDR4Xും LPDDR5 റാമും സപ്പോർട്ട് വരുന്നുണ്ട്. സ്റ്റോറേജ് സപ്പോർട്ട് നമ്മൾ നോക്കുവാണെങ്കിൽ UFS 2.2 തൊട്ട് UFS 3.1 സ്റ്റോറേജ് വരെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് നമ്മൾ GPയുടെ നമ്മൾ നോക്കുവാണെങ്കിൽ മാലിയുടെ G610 MP4 ആണ് GP വരുന്നത്. 1130 മെഗാഹെർട്സ് ആണ് ചെയ്യുന്നത്. ഇത് സെയിം GP ആണ് 7200 അൾട്രയിൽ ഇരിക്കുന്നത്. 7200 7200 അൾട്രയിലും നമ്മുടെ GPയുടെ നമ്മൾ പറയുവാണെങ്കിൽ മാലി G610 MP4 ആണ് വരുന്നത്. 1130 മെഗാഹെർട്സ് ആണ് ചെയ്യുന്നത്. ഇതേ സെയിം GP ആണ് മീഡിയടെക് ഡയമൻസിറ്റി 7200 ഇരിക്കുന്നത്. സോ വ്യത്യാസങ്ങളൊന്നും വരുന്നില്ല, സെയിം GP ആണ്. ഓൾമോസ്റ്റ് ആ പെർഫോമൻസ് ഒക്കെ പ്രതീക്ഷിച്ചാൽ മതി. ഗെയിമിങ്ങിന് ഇച്ചിരി ബെറ്റർ പെർഫോമൻസ് പ്രതീക്ഷിക്കാം, കാരണം CPU ഹയർ ക്ലോക്ക് ആയതുകൊണ്ട് തന്നെ. സോ നമ്മൾ ഈ എയുടെ കാര്യം നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്കിവിടെ മീഡിയടെക്കിൻ്റെ NPU 657 ആണ് വരുന്നത്. ഇതേസമയം ഡയമൻസിറ്റി 7200 നമുക്ക് മീഡിയടെക് NPU 650 ആയിരുന്നു. സോ ഇവിടെ ഇച്ചിരി ബെറ്റർ ആയിട്ടുള്ള AI കോഴ്സ് കിട്ടുന്നുണ്ട്. സോ അതുകൊണ്ട് തന്നെ ഇച്ചിരി ബെറ്റർ AI പെർഫോമൻസ് നമുക്ക് കിട്ടും. ഓവറോൾ ഈ അപ്പ് സ്കെയിലും കാര്യങ്ങളൊക്കെ വരുമ്പോൾ ബെറ്റർ പെർഫോമൻസ് കിട്ടും. നെക്സ്റ്റ് നമ്മൾ ഡിസ്പ്ലേ സപ്പോർട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ ഫുൾ HD പ്ലസ് 144 Hz വരെയാണ് മാക്സിമം സപ്പോർട്ട് ചെയ്യുന്നത്. സോ 25,000 പ്രൈസിൽ നമുക്ക് കുറേ ഫോണുകൾ നമുക്ക് 1.5K ഡിസ്പ്ലേക്ക് വെച്ച് വരുന്നുണ്ട്. സോ അത് വരുമ്പോൾ നമുക്കിവിടെ ഫുൾ HD പ്ലസ് മാത്രമേ കിട്ടുന്നുള്ളൂ. 1.5K സപ്പോർട്ട് ഉണ്ടായിരുന്ന ഇച്ചിരി ബെറ്റർ ആയാലും, പക്ഷേ നമുക്കിവിടെ സ്മൂത്ത്നെസ് ബെറ്ററാണ്. 144 Hz വരെ കിട്ടുന്നുണ്ട്. നമുക്കിവിടെ പിന്നെ HDR10+ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഡോൾബി HDRും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ മീഡിയടെക്കിൻ്റെ തന്നെ മിറാവിഷൻ എന്ന് പറഞ്ഞ ടെക്നോളജിയും വരുന്നുണ്ട്. അത് വേറെ ഒന്നുമല്ല, നമ്മുടെ സാധാരണ വീഡിയോനെ ഒരു SDR വീഡിയോനെ HDR വീഡിയോയിലേക്ക് കൺവേർട്ട് ചെയ്യുന്ന ഒരു ടെക്നോളജിയാണ്, അവരുടെ തന്നെ വരുന്നതാണ്. പിന്നെ വീഡിയോ അപ്സ്കെയിലിംഗ് ഒക്കെ ഇതേ മീഡിയടെക് ടെക്നോളജിയിലാണ് റൺ ചെയ്യുന്നത്. പിന്നെ ക്യാമറ സപ്പോർട്ട് ചെയ്ത് നമ്മൾ നോക്കുവാണെങ്കിൽ മീഡിയടെക്കിൻ്റെ ImageQ 765 ISP ആണ് വരുന്നത്. ഡുവൽ 14-bit ISP ആണ്. മാക്സിമം നമുക്ക് 200 മെഗാപിക്സൽ വരെയാണ് സപ്പോർട്ട് ചെയ്യുന്നത്. പിന്നെ വീഡിയോ റെക്കോർഡിങ്ങിൻ്റെ നമ്മൾ കാര്യം നോക്കുവാണെങ്കിൽ 4K 30 FPS ആണ് സപ്പോർട്ട് ചെയ്യുന്നത്. വിത്ത് HDR സപ്പോർട്ടും വരുന്നുണ്ട്. ഡുവൽ ക്യാമറയുടെ കാര്യം അല്ലെങ്കിൽ ട്രിപ്പിൾ ക്യാമറ കാര്യമൊന്നും മീഡിയടെക് പറഞ്ഞിട്ടില്ല എത്രമാത്രം സപ്പോർട്ട് വരുന്നുണ്ടെന്നൊക്കെ. നെക്സ്റ്റ് കണക്ടിവിറ്റി നമ്മൾ നോക്കുകയാണെങ്കിൽ 5G ഡൗൺലോഡ് സ്പീഡ് 4.7 Gbps ആണ്. 587 MB/s വരുന്നത്. അപ്ലോഡ് ആണെങ്കിൽ 2.5 Gbps 312 Mbps ആണ് വരുന്നത്. Wi-Fi 6E ആണ് വരുന്നത്. പിന്നെ Bluetooth 5.4 നാവിക് സപ്പോർട്ട് വരുന്നുണ്ട്. നമ്മൾ ഈ പ്രോസർ എങ്ങനെയുണ്ടെന്ന് ചോദിച്ചാൽ നമുക്ക് ഇതിൻ്റെ മുമ്പ് ഒരു പ്രോസർ ഇറങ്ങിയായിരുന്നു, മീഡിയടെക് ഡയമൻസിറ്റി 7300. ആ 7300 ഒരിക്കലും പോയി എടുക്കരുത്, അത് ഇൻഫീരിയർ പ്രോസറാണ്. ഈവൻ 7200-നേക്കാളും താഴെയാണ് അത് വരുന്നത്. സോ അത് ഒരിക്കലും പോയി എടുക്കരുത്. ഒന്നില്ലെങ്കിൽ 7200 എടുക്കുക, ഒന്നില്ലെങ്കിൽ ഇപ്പം ഇറങ്ങിയേക്കുന്ന 7350 എടുക്കുക. ശരിക്കും പറഞ്ഞാൽ മീഡിയടെക് ആകെ കൺഫ്യൂസ് ചെയ്ത് കളഞ്ഞാണ് ഈ നെയിമിംഗ് സ്കീം എന്ന് പറഞ്ഞാൽ. ഇത് ശരിക്കും പറഞ്ഞാൽ ഈ പ്രോസർ ശരിക്കും 7250 എന്നൊക്കെ പറഞ്ഞ് ഇറങ്ങുമായിരുന്നെങ്കിൽ ബെറ്റർ ആയനെ. മറ്റേ 7300 എന്ന് പറഞ്ഞ സാധനം വല്ല 7100 അങ്ങനെയല്ല ഇറക്കി വരുന്നെങ്കിൽ പിന്നെ നമുക്കൊരു എന്താ പറയുക കൺഫ്യൂഷൻ മാറി കിട്ടിയാണ്. ആ കൺഫ്യൂഷൻ നമുക്ക് അങ്ങോട്ട് മാറി കിട്ടിയാണ്. ഇത് ആകെ കൺഫ്യൂസ് ചെയ്ത് കളഞ്ഞത് ഏതാണ് 7300 ഏതാണ് ബെറ്റർ. ഇപ്പോൾ ഒരു ടെക്കി അല്ലാത്തൊരാളാണെങ്കിൽ പെട്ടെന്ന് 7200-നേക്കാളും ഹയർ ആണുള്ള നമ്പറും സ്കീം. സോ 7300 ബെറ്റർ ആണെന്ന് വിചാരിക്കും, അത് എടുക്കും. അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. ശരിക്കും ഒരിക്കലും പോയി 7300 എടുക്കരുത്. ഒന്നില്ലെങ്കിൽ 7200 എടുക്കുക, അല്ലെങ്കിൽ 7350 എടുക്കുക. സോ 7350 നമ്മൾ പറയുകയാണെങ്കിൽ ജസ്റ്റ് ഒരു ഓവർ ക്ലോക്ക്ഡ് വെർഷനാണ് 7200-ൻ്റെ. വലിയൊരു ഡിഫറൻസ് ഒന്നും പ്രതീക്ഷിക്കരുത്. പിന്നെ AI കോഴ്സൊക്കെ ഇച്ചിരി ബെറ്റർ ആണെന്നേ ഉള്ളൂ. നമുക്ക് അത് AI കാര്യങ്ങളൊക്കെ
രണ്ടും വലിയ വ്യത്യാസം നിങ്ങൾ കാണത്തില്ല. മോസ്റ്റ്ലി അത് OS ഒക്കെ പോലെ ഇരിക്കും. എങ്ങനെയുണ്ട് സോഫ്റ്റ്വെയർ സപ്പോർട്ടും അല്ലെങ്കിൽ എങ്ങനെയാണ് OS ഇപ്പോൾ MUI വർക്ക് ചെയ്യണ പോലെ ആയിരിക്കും, അല്ലെങ്കിൽ HyperOS വർക്ക് ചെയ്യണ പോലെ ആയിരിക്കില്ല ചിലപ്പോൾ OxygenOS വർക്ക് ചെയ്യുന്നത്, അതുപോലെ ആയിരിക്കില്ല ചിലപ്പോൾ FunTouchOS വർക്ക് ചെയ്യുന്നത്. അതിന് ഡിപ്പെൻഡൻ്റ് ആണ് AIയുടെ കാര്യങ്ങളൊക്കെ. സോ അങ്ങോട്ട് പോട്ടെ. അല്ലാണ്ട് വേറെ ഓവറോൾ നോക്കുവാണെങ്കിൽ നല്ലൊരു പ്രോസർ തന്നെയാണ്. 25,000 രൂപ നല്ലൊരു പെർഫോമൻസ് ഉള്ള പ്രോസറാണ്. പ്രത്യേകിച്ച് ഗെയിമിങ്ങിൽ നല്ല പെർഫോമൻസ് വരുന്ന ഒരു പ്രോസർ തന്നെ ആയിരിക്കും ഇത്. കാരണം 7200 സെയിം GPU കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. ഒരു അപ്ഗ്രേഡ് വരുത്തായിരുന്നു GPU. നമുക്ക് ഇപ്പോൾ മാലി G615 അവൈലബിൾ ആണ്. അതിൻ്റെ നമ്മുടെ ഈ മാലി G610യുടെ ഒരു അപ്ഗ്രേഡർ വെർഷനാണ് 615. അത് ഓൾറെഡി അവൈലബിൾ ആണ്. അത് മാലി G615 MP4 എന്ന് പറഞ്ഞ് ഇറക്കുമായിരുന്നു. ഇച്ചിരി ഒരു 10 to 15% ബെറ്റർ GP പെർഫോമൻസ് കിട്ടിയാണ്. പക്ഷേ ഞാൻ പറഞ്ഞില്ല, ഇത് ജസ്റ്റ് ഒരു ഓവർക്ലോക്കഡ് വേർഷൻ തന്നെയാണ്. കുഴപ്പമില്ലാത്ത പ്രോസറാണ്. സോ നിങ്ങളുടെ സജഷൻസും കാര്യങ്ങളൊക്കെ താഴെ നിന്ന് കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് ഈ പ്രോസറിനെ കുറിച്ച് എന്താണ് തോന്നിയെന്നൊക്കെ താഴെ നിന്ന് കമൻറ്റ് ചെയ്യുക. സോ ഗൈസ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഹിറ്റ് ദ ബെൽ ഐക്കൺ ഫീച്ചർ നോക്കി നെക്സ്റ്റ് വീഡിയോ കാണാം.